വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നുണ്ട്. ആലപ്പുഴയിൽ സ്ത്രീയെ കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം. കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയാണ് കൊന്നു കുഴിച്ചുമൂടി എന്ന് സംശയിക്കുന്നത്. കഴിഞ്ഞ 6-ാം തീയതി മുതൽ വിജയലക്ഷ്മിയെ കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായിരുന്നു. രാവിലെ 10 മണിയോടെ കരുനാഗപ്പള്ളിയിൽ നിന്നും പോലീസ് സംഘം എത്തി പെൺകുട്ടിയെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന പ്രദേശത്ത് മൃതദേഹത്തിനായി തിരച്ചിൽ നടത്താൻ തീരുമാനമുണ്ട്. ഷാജഹാൻ ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷാജഹാൻ, സമാനമായൊരു സംഭവം അധികമായിട്ടില്ല ആലപ്പുഴയിൽ നടന്നിട്ട്. ഇപ്പോൾ വീണ്ടും മറ്റൊരാളെ കൊന്നു കുഴിച്ചുമൂടിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുന്നു. സ്ഥിരീകരിക്കാമോ? പോലീസ് സംഘം എപ്പോഴെത്തും? കാവ്യ, 10 മണിയോടുകൂടി കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പോലീസ് സംഘം അമ്പലപ്പുഴയിലെത്തും. അമ്പലപ്പുഴയ്ക്ക് സമീപം ഈ പെൺകുട്ടിയെ കൊന്ന് കുഴിച്ചുമൂടി എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരുനാഗപ്പള്ളി പോലീസ് സംഘം അമ്പലപ്പുഴയിൽ എത്തുന്നത്. കഴിഞ്ഞ 6-ാം തീയതി മുതൽ വിജയലക്ഷ്മി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ കരുനാഗപ്പള്ളിയിൽ നിന്നും കാണുവാനില്ല. ഈ പെൺകുട്ടി അമ്പലപ്പുഴ സ്വദേശിയായിട്ടുള്ള ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് അടുപ്പത്തിലായിരുന്നു. ഇതിനിടയിൽ ജയചന്ദ്രൻ ഈ പെൺകുട്ടിയെ കൊന്നു കുഴിച്ചിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 40 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ് വിജയലക്ഷ്മി. ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ഈ സ്ത്രീക്ക് കരുനാഗപ്പള്ളിയിലെ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇരുവരും തമ്മിൽ ബന്ധപ്പെടുന്നത്. ഈ ജയചന്ദ്രൻ മത്സ്യത്തൊഴിലാളിയാണ്. ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടാകുകയും അതിനുശേഷം ഈ സ്ത്രീയെ അമ്പലപ്പുഴയിൽ കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം ഈ പെൺകുട്ടി കാണാതായിട്ടുണ്ട്. അപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഈ പെൺകുട്ടിയെ കൊന്നു കുഴിച്ചു മൂടി എന്നുള്ളൊരു സൂചനയാണ് പോലീസിന് ലഭിച്ചത്. എന്തായാലും ഈ പറയുന്ന സ്ഥലത്ത് ഇന്ന് 10 മണിക്ക് ശേഷം കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തി ഈ സ്ഥലത്ത് പെൺകുട്ടിയുടെ മൃതദേഹം ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. എന്തായാലും 10 മണിക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള പെൺകുട്ടിയാണ് കാണാതായിരിക്കുന്നത്. നേരത്തെ കാവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിപ്പോൾ ഒരു മാസം മുൻപാണ് മറ്റൊരു സ്ത്രീയെ നമുക്ക് കലവൂരിന് സമീപം ഇത്തരത്തിൽ എറണാകുളം സ്വദേശിയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത്. അതിനൊരു മാസം മുൻപ് മാന്നാറിൽ മറ്റൊരു സ്ത്രീയെ ഭർത്താവ് കൊന്നു കുഴിച്ചു മൂടി. അവിടെയും റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷെ ഭർത്താവ് വിദേശത്തായതുകൊണ്ട് അയാളെ ഇനി നാട്ടിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനിടയിൽ 2 കുട്ടികളെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഉടനെ 2 കുട്ടികളെ മറവ് ചെയ്ത സംഭവങ്ങളുണ്ടായി. ഇതും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും അത് മറവ് ചെയ്യുന്നുവെങ്കിലും അതിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നുവെങ്കിലും പോലീസ് വളരെ കൃത്യമായി തന്നെ ഈ കേസുകളൊക്കെ തന്നെ അന്വേഷിച്ച് പ്രതികളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാവ്യ, ശരി. ഷാജഹാൻ പറഞ്ഞതുപോലെ തന്നെ 10 മണിയോട് കൂടിയായിരിക്കും ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തുവരിക. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായ വിജയലക്ഷ്മിയെയാണ് കൊന്നു കുഴിച്ചുമൂടിയത് എന്ന സംശയം ഇപ്പോഴുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി പോലീസ് എത്തിയതിനു ശേഷമായിരിക്കും കടക്കുക. പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് ആലപ്പുഴയിൽ നിന്നും ഇപ്പോൾ ഷാജഹാൻ പങ്കുവച്ചത്.